Hello, very good morning. Hope you all are doing well and welcome back. So, നമുക്ക് എല്ലാവർക്കും ചില സമയങ്ങളിൽ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ വീക്കാണ് അല്ലെങ്കിൽ എനിക്കെന്താ ഇങ്ങനെ വരുന്നത് എന്റെ സക്സസ് എന്താ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാല് നമ്മളെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഔട്ട്കം എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചർ എന്തായിരിക്കും, കുറെ പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും മേ ബി അതായിക്കൊള്ളുന്നില്ല. മേ ബി അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മൈൻഡിലിട്ടിട്ട് ഞാൻ ചെയ്താൽ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നുള്ള കുറെ സംഭവങ്ങളൊക്കെ നമ്മളെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസിന്റെ കയ്യിലാണുള്ളത്, അല്ലെ? ഇത് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇത് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പവറിലാണ് നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ചില ആൾക്കാർ യൂണിവേഴ്സ് എന്ന് വിളിക്കും, ചില ആൾക്കാർ ക്രിയേറ്റർ എന്ന് വിളിക്കും. വാട്ട് എവർ യു ലൈക്ക് ടു കോൾ യു ക്യാൻ. ഓക്കെ, അപ്പം ഈ ഒരു ഫോഴ്സിലൂടെ പോകുന്ന സമയത്ത് ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അപ്പുറത്തുള്ളതാണ്, അല്ലെ? നമ്മളിപ്പോ വിചാരിക്കുമ്പോ ഇത്രയൊക്കെയാണ് ലൈഫ് എന്ന് വിചാരിക്കുമ്പോ നോ, നമ്മൾക്ക് അറിയാത്ത ഒരു എക്സ്ട്രീം വേർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, കുറെ വെറി ചെയ്തിട്ട് കാര്യമില്ല. സോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രസ്റ്റിനെ കുറിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ട്രസ്റ്റ് ഒന്നുകൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ മെഡിറ്റേഷനിലേക്ക് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. പതിയെ കണ്ണുകളടയ്ക്കാം. Take a deep breath in and breathe out slowly. Again, take a deep breath in and breathe out slowly. Once more, take a deep breath in and breathe out slowly. നിങ്ങളുടെ ബോഡി ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള രീതിയിലാണുള്ളതെന്ന് ഉറപ്പുവരുത്തുക. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തുകൊണ്ട് എനിക്ക് ഇരിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങള് ഫുൾ റിലാക്സേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒരു ഫോഴ്സും ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മുടെ ബ്രീത്തിന്റെ ഒരു നാച്ചുറാലിറ്റി നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു ഫ്ലോയിലുള്ള റിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് നിങ്ങളിലൂടെ ഈ ബ്രീത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു ബ്രീത്ത് യൂണിവേഴ്സിനെ കംപ്ലീറ്റ്ലി നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. And your creator helps you to stay here. എഫേർട്ടോ സ്ട്രഗിളോ ഒന്നുമില്ലാതെ നിങ്ങൾ ഈ ഒരു മൊമെന്റില് നിങ്ങളെ ക്രിയേറ്റർ ഇരുത്തുന്നുണ്ട്. പതിയെ നമുക്ക് സ്പേസിലേക്ക് പോകാം. ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങൾ ആ സ്പേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. സ്റ്റാർസിനെ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, ഡേ ആൻഡ് നൈറ്റിനെ മാനേജ് ചെയ്യുന്ന ഒരു കുഞ്ഞു വ്യക്തിയിൽ നിന്നും മരങ്ങളെ ഉണ്ടാക്കുന്ന
ആ സെയിം ഫോഴ്സ്, ആ സെയിം പവർ നിങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അത് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പൊ നിങ്ങളും ഈ ഒരു ഇന്റലിജന്റ് യൂണിവേഴ്സിന്റെ ഒരു പാർട്ടായി മാറിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ വരുന്ന എല്ലാ വിഷമങ്ങളും യൂണിവേഴ്സിലേക്ക്, ക്രിയേറ്ററിലേക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഡ്രീംസ്, എവറിഥിങ് എല്ലാം നിങ്ങളുടെ ക്രിയേറ്ററിലേക്ക് ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റർ അത് ഏറ്റെടുക്കുന്നതോടുകൂടി നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുന്നു, ഫ്രീ ആയി മാറുന്നു. നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ബ്രീത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കാവുന്നതാണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് ക്രിയേറ്ററിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടിനെ നിങ്ങൾക്കുള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നിങ്ങൾ ആ ഒരു സെൽഫിൽ നിങ്ങൾക്ക് എക്സേൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഫീൽ ദ സപ്പോർട്ട്. ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് യുവർ കൺട്രോൾ. പതിയെ നിങ്ങളോട് പറയാം, ഐ ട്രസ്റ്റ് ദ ക്രിയേറ്റർ. ഞാൻ എൻ്റെ ക്രിയേറ്ററെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് ദ ടൈമിംഗ് ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എനിക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ആ ഒരു ടൈമിങ്ങിനെ ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം ഗൈഡഡ്. മുന്നോട്ടുള്ള വഴികൾ കാണാൻ പറ്റാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യപ്പെടുകയാണ്? ഗൈഡ് ചെയ്യപ്പെടുകയാണ്. ഈ ഒരു വേർഡ്സ് നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ്ലി സിങ്ക് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങളുടെ കാൽ വിരൽ വരെ ഈ ഒരു വേർഡ്സിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ വലത് കൈ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് മേലെ കൈവയ്ക്കുക. ആ ഒരു ബീറ്റിംഗ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ആരും പറഞ്ഞിട്ടല്ല ഹൃദയം ബീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മുടെ ഒരു എഫേർട്ടും അതിലില്ല. then also it's happening. This is how the divine intelligence work. നമ്മുടെ ക്രിയേറ്ററിന്റെ പവറാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നതായിട്ട് കാണാം. പതിയെ ഒരു ലൈറ്റ് നിങ്ങളുടെ തലക്ക് മുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് പ്യുവർ എനർജി. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടുള്ള ഒരു എനർജി ലൈറ്റായിട്ട്
നിങ്ങളുടെ തലയ്ക്ക് മേലെ നിൽക്കുന്നുണ്ട്. പതിയെ അത് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. താഴേക്ക് താഴേക്ക് സഞ്ചരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ആ ഒരു ലൈറ്റിൽ സിങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗങ്ങളെ അത് കവർ ചെയ്തു. നിങ്ങളുടെ വയറും നിങ്ങളുടെ കൈകളും കംപ്ലീറ്റ്ലി ആ ലൈറ്റായി മാറി. നിങ്ങളുടെ കാലിന്റെ വിരൽത്തുമ്പ് വരെ ആ ഒരു ലൈറ്റ് കംപ്ലീറ്റ്ലി എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ കംപ്ലീറ്റ്ലി ആ പ്യൂറസ്റ്റ് ഫോം ഓഫ് എനർജി ആയിട്ട് മാറിക്കൊണ്ട് അറിയിരിക്കും. ഈ ഒരു ലൈറ്റില് നിങ്ങൾക്ക് വേണ്ട സമാധാനം, ട്രസ്റ്റ്, ക്ലാരിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ റിലാക്സേഷനിൽ ഇരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ഈ ഒരു ലൈറ്റ് എനർജി എത്താനുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൂടെ ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ബോഡി പാർട്സ്, നിങ്ങളുടെ ഞരമ്പുകൾ, everything was covered with this light. നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും ഒരു ഡിവൈൻ ബ്രില്യൻസ് ഉണ്ട്. It have a purpose. And നിങ്ങൾ ഓരോ സൈലൻസും ഒരു ഇഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ട്രൂത്തിനെ നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാവുന്നതാണ്. Take a deep breath in, hold on and release it. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. നിങ്ങളോട് തന്നെ സംസാരിക്കാം. I thank you so much. I thank you so much. ഒരുപാട് നന്ദിയുണ്ട്. I thank you so much for my existence. എൻ്റെ ഈ ഒരു എക്സിസ്റ്റൻസിന് ഒരുപാട് നന്ദി. I thank you so much for this moment. ഈ ഒരു മൊമെന്റിന് ഒരുപാട് നന്ദി. I thank you so much. എൻ്റെ സെൽഫിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ബ്രില്യൻസിലേക്ക് ആ ഒരു ബ്രില്യൻസിന്റെ പാർട്ടാവാൻ പറ്റിയതിന് താങ്ക് യു. ഒരുപാട് നന്ദി. And now you are supported and you are guided. നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫീൽ ചെയ്യാവുന്നതാണ്. And tell yourself, I release fear. I choose trust. I release fear. I choose trust. I release fear. I choose trust. ഈ രണ്ട് സെന്റൻസ് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണും. പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്.
ഹലോ, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ആൾറെഡി നമ്മൾ ഇന്നലത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്ററിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ഫിവേഴ്സിനെ മുഴുവൻ റിലീസ് ചെയ്ത് നമ്മൾ ട്രസ്റ്റിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദ ട്രസ്റ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്ററിന്റെ മുന്നിൽ നമ്മുടെ ഹെൽത്തും വെൽത്തും റിലേഷൻഷിപ്പും അങ്ങനെ തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്ന മൈൻഡിൽ വന്നിട്ടുള്ള എല്ലാ വോറീസും നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മളുടെ കാര്യങ്ങൾ ക്രിയേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഫ്ലോയില് അടിപൊളിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഗൈഡൻസ് വേണം. സോ ഹിയർ യു ആർ ഗൈഡഡ്. ആൻഡ് that's all for today. Thank you. See you tomorrow.